തെറ്റുകൾ പലതും മൂടി വെച്ചുകൊണ്ടാ അവരെല്ലാവരും ഈ വിനയന് നേരെ വിരല ചൂണ്ടിയത്. വേണമെങ്കിൽ ഇപ്പോഴും അവരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കയറാൻ ഈ വിനയന് പറ്റും. കാരണം ബോളിപ്പോ വിനയന്റെ കോർട്ടിലാ. ദയക്ക് വന്ന ലെറ്ററിന്റെ കോപ്പി ദേ ഈ ഫോണിലുണ്ട്. ഇത് വെച്ച് എനിക്ക് എന്ത് കളിയും കളിക്കാം. ദയയുടെ ജീവിതം താർക്കാം, അനന്തം മാഷ്ടെ ജീവൻ എടുക്കാം. എന്റെ പൊന്നു മോനെ, നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ വിശ്വസിച്ച് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ. ഏയ് ഇല്ലമ്മ, വിനയം മാറിയെന്ന് പറഞ്ഞാൽ മാറിയതാ. ആരെയും ദ്രോഹിക്കാൻ വേണ്ടി അമ്മയുടെ മകൻ ഇനി ഒന്നും ചെയ്യില്ല. പക്ഷേ നീ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത് ആ പഴയ വിനയന്റെ ഭാവത്തിലാണ്. ഒരവസരം കിട്ടിയപ്പോ നിന്റെ ശരിയായ രൂപം പുറത്തെടുത്തോന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. ഏയ്, ഉള്ളിൽ അടക്കി വെച്ച ആത്മരോഷം പുറത്തു വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാ മാമ. അത് കഴിഞ്ഞു. ഇനി എന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ എനിക്ക് പറ്റും. ഞാൻ ആ കേസ് വിട്ടു. പിന്നെ നീ എന്തിനാ ദയക്ക് വന്ന ലെറ്ററിന്റെ കോപ്പി ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അത് അതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിച്ച് വെക്കാൻ വേണ്ടിട്ടാ. ഈ ലെറ്ററിന്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കും. ദയയും അവളുടെ കുടുംബത്തെയും ഈ കുരുക്കിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കും. എന്നാലെങ്കിലും അനന്തം മാഷും ചീരുവും ഈ വിനയനോടൊന്ന് ശ്രമിക്കാൻ തയ്യാറായാലോ? എന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച് എന്നെ വീണ്ടും അവരുടെ കുടുംബത്തോടൊപ്പം ചേർക്കാൻ എല്ലാവർക്കും തോന്നിയാലോ? അതിനുവേണ്ടി നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും വിനയ. നിന്റെ നന്മ അനന്തം മാഷും കുടുംബവും തിരിച്ചറിയും. അതെ മോനെ, നിന്നെ വെറുത്തവരൊക്കെ നിന്നെ വാഴ്ത്തണം. മനസ്സ് വെച്ച എന്റെ മോനതിന് കഴിയുമെന്ന് അമ്മയ്ക്ക് നല്ല വിശ്വാസം.